സ്റ്റിറോയിഡ്സ് ആണ് ഉപയോഗിക്കരുത്, ക്യാൻസർ വരും. ഈ ഒരു കാര്യം നമ്മൾ മിക്ക സമയത്തും കേൾക്കാറുണ്ട്. പക്ഷെ ശരിക്കും സ്റ്റിറോയിഡ്സ് പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്താണ് ഈ സ്റ്റിറോയിഡ്സ്? സ്റ്റിറോയിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ്. നമ്മുടെ ബോഡിയിലെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആർട്ടിഫിഷ്യലി സ്റ്റിറോയിഡ്സ് ഉണ്ടാക്കി അത് മെഡിസിൻസിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ വരിക. എപ്പോഴേക്കാണ് സ്റ്റിറോയിഡ്സ് പ്രശ്നമാവുക? ലോങ് ടേമിൽ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹൈ ഡോസിൽ സ്റ്റിറോയിഡ്സ് കഴിക്കുമ്പോഴാണ് ഈ മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരിക. സ്റ്റിറോയിഡ്സ് പല രീതിയിൽ പലരും ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ കേസ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസിൽ ആ നീർക്കെട്ട് കുറയ്ക്കാൻ, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. രണ്ടാമത്തെ കേസിൽ സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ ഒക്കെ വരുന്ന കേസിൽ സ്കിന്നിലെ റാഷസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ സ്റ്റിറോയിഡ്സ് അടങ്ങിയ മെഡിസിൻസ് അപ്ലൈ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഫോളോ അപ്സ് എടുത്താൽ ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ബോഡി ബിൽഡേഴ്സ്. ശരിക്കും എന്തിനാണ് ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇത്ര സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുക? സ്റ്റിറോയിഡ്സ് എന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. മെയിൻലി ഈ പറയുന്ന സ്റ്റിറോയിഡ്സിന് അനബോളിക് സ്റ്റിറോയിഡ്സ് എന്നൊരു കാറ്റഗറിയിലാണ് നമ്മൾ ആഡ് ചെയ്യുക. ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് കഴിക്കുമ്പോൾ മെയിൽ സെക്സ് ഹോർമോൺസ് കൂടുക അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടിയിട്ട് കൂടുതൽ മസിൽ ബൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതൽ എൻഡുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ ഡോക്ടേഴ്സ് ലീഗലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. പക്ഷേ ഈ ബോഡി ബിൽഡിംഗ് എന്നൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഈ സ്റ്റിറോയിഡ്സ് ആരും ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങാറില്ല. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ നിങ്ങൾ ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വളരെ അത്യാവശ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോംപ്ലിക്കേഷൻസ് ആണ് വരിക. സ്ത്രീകൾ വരുമ്പോഴത്തേക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുന്നത് കൊണ്ട് മസിൽ ബൾക്ക് കൂടാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ബ്രസ്റ്റിന്റെ സൈസ് കുറയുകയും അവർക്ക് വോയിസ് ഒക്കെ ഡീപ്പൻ ചെയ്ത് ഒരു മാസ്കുലിറ്റി കൊണ്ടുവരാൻ വേണ്ടി അത് കാരണമാകും. പക്ഷെ പുരുഷന്മാരിലേക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ സ്പേം സൈസ് കുറയാനും ടെസ്റ്റിക്കിൾ ചുരുങ്ങാനും ബ്രസ്റ്റ് ഡെവലപ്മെന്റിനും അത് കാരണമാകുന്നുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ജനറലി ലിവറിനെ ഇത് വല്ലാതെ ബാധിക്കും. ലിവർ ഡാമേജ് വരിക, ലിവർ ക്യാൻസർ, ലിവറിൽ ബ്ലീഡിംഗ് വരിക, അതൊക്കെ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ട് വരാം. ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റിറോയിഡ്സിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ അമിനോ ആസിഡ്, വേ പ്രോട്ടീൻ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരുതരം കാറ്റഗറി ഓഫ് ആൾക്കാരാണ് സ്കിന്നിൽ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നവർ. മെയിൻലി ഇത് മുഖത്തിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ഉപയോഗിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള വൈറ്റ് സ്പോട്ട് വരാനും അല്ലെങ്കിൽ സ്പൈഡർ വെബ് പോലുള്ള മാർക്സ് ഒക്കെ മുഖത്ത് വരാൻ ചാൻസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇല്ലാതെ ഈ പറഞ്ഞ സ്റ്റിറോയിഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സോറിയാസിസും എക്സിമയൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടേഴ്സിന്റെ ഫോളോ അപ്പിൽ മാത്രം യൂസ് ചെയ്യുക. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് മാത്രം കാണാതെ കൃത്യമായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.